السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله رب العالمين وبالله توفيق بإذن الله. ഇന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രിയ പത്നിയെ കുറിച്ചിട്ടാണ്, നമ്മളുടെ ഉമ്മയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. സുബ്ഹാനല്ലാഹ്, അധ്വാനശീലർക്ക് മാതൃകയാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നമുക്ക് കേൾക്കാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ എന്നോട് കിടപിടിക്കുന്നവരായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. അവരെക്കാൾ ഗുണമുള്ള, ഭക്തിയുള്ള, സത്യസന്ധയായ, കുടുംബ ബന്ധം ചേർക്കുന്ന, ധർമ്മിഷ്ഠയായ, സ്വശരീരം പരിഗണിക്കാതെ ജോലിയെടുക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഹദീസിലൂടെ തന്നെ ആരാണ് സൈനബ് റളിയല്ലാഹു അൻഹ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സുബ്ഹാനല്ലാഹ്. ഇനിയും ഒരുപാട് നമുക്ക് കേൾക്കാനുണ്ട്. ആദ്യം നമുക്ക് ഇവരുടെ കുടുംബത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവരുടെ പിതാവിൻ്റെ പേരാണ് ജഹ്ഷ്, റിആബിൻ്റെ മകൻ ജഹ്ഷ്. മാതാവ് ഉമൈമ, അബ്ദുൽ മുത്തലിബിന്റെ പുത്രി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി. ഇവർ ജനിച്ച ഗോത്രം ബനു അസദ് ഗോത്രമാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കസിനാണ് സൈനബ് റളിയല്ലാഹു അൻഹ. ഇനി ഇവർക്ക് സഹോദരന്മാർ രണ്ടും ഒരു സഹോദരിയുമാണ് ഉള്ളത്. സഹോദരൻ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആണ്. ഇദ്ദേഹം ഇസ്ലാമിലെ ഏറ്റവും ആദ്യത്തെ അമീറാണ്. അതുപോലെ തന്നെ ഏറ്റവും ആദ്യമായിട്ട് അബസീനിയയിലേക്ക് പാലായനം ചെയ്തവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇവർ വിവാഹം ചെയ്തിട്ടുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ടുള്ള സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയാണ്. പിന്നീടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സഹോദരൻ ഒബൈദുല്ലാ ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു. ഇവർ ഇസ്ലാമിന് മുമ്പേ തന്നെ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ചൊരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹം വിവാഹം ചെയ്തിരുന്നത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഇവരെയും വിവാഹം ചെയ്യുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ രണ്ട് സഹോദരന്മാരുടെയും രണ്ട് ഭാര്യമാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുണ്ട്. ഇവരെയും സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു സഹോദരിയുണ്ട്, ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഇവരെ വിവാഹം ചെയ്തിട്ടുള്ളത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹയായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ ഭർത്താവും അതുപോലെ തന്നെ സഹോദരനും അതുപോലെ അങ്കിൾ ആയിട്ടുള്ള ഹംസ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 3 പേരും ഈ യുദ്ധത്തിൽ മരണപ്പെടുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. അത്രയും ധീരവനിതയായിരുന്നു ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. എന്നിട്ടും വളരെ ധൈര്യത്തോടു കൂടി അവർ അതിലൊക്കെ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് നേരിട്ടുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നീട് അവർ വിവാഹം ചെയ്യുന്നത് തൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി നമുക്ക് സൈനബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിനെ കുറിച്ച് മനസ്സിലാക്കാം. സൈനബ് എന്ന് പറഞ്ഞാലും വളരെ നല്ല സ്മെല്ലുള്ളൊരു ചെടി എന്നുള്ള അർത്ഥമാണ്. അത് വളരും തോറും അതിൻ്റെ ഫ്രാഗ്രൻസ് അങ്ങനെ വളരും. അതായത് അത് വലുതാവുന്നതിനനുസരിച്ചിട്ട് ഫ്രാഗ്രൻസും കൂടും എന്നുള്ള അർത്ഥമാണ്. സുബ്ഹാനല്ലാഹ്. അത് ഇവരുടെ സ്വഭാവങ്ങളും അങ്ങനെയാണ് അല്ലേ. നമുക്കറിയാം, ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വഭാവം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. അപ്പോൾ ചെറിയ സൈനബ് റളിയല്ലാഹു അൻഹ വലുതായി വരുമ്പോൾ അതിനനുസരിച്ചിട്ട് അവരുടെ ആ സ്വഭാവം, നല്ല സ്വഭാവം ഇങ്ങനെ എല്ലാവരിലേക്കും ഒരു ഫ്രാഗ്രൻസ് പോലെ അടിച്ചു വീശിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സുബ്ഹാനല്ലാഹ്. ഇവരുടെ യഥാർത്ഥ പേര് ബറ എന്നായിരുന്നു. ബറ എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മയിൽ നിന്നും മുക്തയായിട്ടുള്ളവൾ എന്നാണ് അർത്ഥം വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പേര് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ സ്വന്തത്തിനെ തന്നെ സ്വന്തം തന്നെ ശുദ്ധയാണ് എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 ഭാര്യമാർക്ക്, അതായത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മൈമൂന ബിൻത് ഹാരിസ് റളിയല്ലാഹു അൻഹ, ഇവർക്കൊക്കെ ബറ എന്നുള്ള പേരുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ എല്ലാവരുടെയും പേര് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്കൊരു ലെസനാണ്, ആർക്കെങ്കിലും ബറ എന്നുള്ള പേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേര് മാറ്റാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇവരെ ജനിച്ചിട്ടുണ്ടായിരുന്നത് 17 വർഷങ്ങൾക്ക് മുമ്പാണ്. വഹീൻ്റെ 17 വർഷങ്ങൾക്ക് മുമ്പാണ്
സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ജനിച്ചത്. ഇനി നമുക്ക് ഇവരുടെ വിവാഹത്തിനെ കുറിച്ചിട്ട് പറയാം. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹുവിന്റെ കുടുംബത്തെ നമ്മൾ കേട്ടു അല്ലേ. എന്താണ്, എല്ലാ വിധത്തിലും ഇസ്ലാമായിട്ട് പല രീതിയിലും കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പ് മോസ്റ്റ് ഫാമിലിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ലീനിയേജ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും മാച്ച് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിവാഹം ചെയ്യും എന്ന ഒരു ഉറപ്പോടെയായിരുന്നു യഥാർത്ഥത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹ. പക്ഷേ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നേരെ വിപരീതമായിരുന്നു യാഥാർത്ഥ്യം. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം ആഗ്രഹിച്ചത് എന്ന് വിചാരിച്ചാൽ, അവരുടെ പെർസ്പെക്റ്റീവിൽ ആ നാട്, അന്നത്തെ അറേബ്യ എന്ന് പറയുന്നത്, അവർ നോക്കിയിരുന്നത് റോയാലിറ്റി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പാരമ്പര്യം ഒക്കെയായിരുന്നു. അപ്പോൾ അതിൽ എന്തുകൊണ്ട് മാച്ച് ആകുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നതുകൊണ്ടാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ അടുത്തേക്ക് ഒരു വിവാഹാലോചനയും കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്. ഇവർ രണ്ടുപേരും, അതായത് സൈനബ് റളിയല്ലാഹു അൻഹയും സഹോദരി ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയും ഭയങ്കര എക്സൈറ്റഡ് ആയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർ ആഗ്രഹിച്ച പോലെ പ്രപ്പോസലും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. പക്ഷേ യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വന്നത് സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹാലോചനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചെയ്തെന്തിനാന്ന് വെച്ചാലും, നമ്മളുടെ ഈ സോഷ്യൽ എക്കണോമിക് ക്ലാസ്, അതായത് താഴ്ന്ന ജാതി ഉയർന്ന ജാതിയിലെ പൈസ ഉള്ളവർ പൈസ ഇല്ലാത്തവർ, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. ആ ഒരു ചങ്ങല പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എന്താണ് പറയുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മോചിപ്പിച്ച ഒരു അടിമയെ കൊണ്ട് ആ നാട്ടിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവൽ ഫാമിലി ലീനിയേജ് ഉള്ള സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനമെടുത്തത്. അപ്പോൾ ഹംന റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കസിനെ ഒരു മോചിപ്പിക്കപ്പെട്ട അടിമക്കാണോ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നത്, കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കമാൻഡാണ് എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഭയങ്കര വിഷമത്തിലായി സൈനബ് റളിയല്ലാഹു അൻഹ. അവർ തീരെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞപ്പോൾ അഹ്സാബിലെ 36-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പാരായണം ചെയ്തു കൊടുത്തു. എന്താണ് പറയുന്നത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. എന്താണ് ഇവിടെ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല. വല്ലവനും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴിപിഴച്ചു പോയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ഈ വാക്കുകൾ സൈനബ് റളിയല്ലാഹു അൻഹ അങ്ങനെ തന്നെ ഏറ്റെടുക്കുകയും, ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിക്കാം എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. പക്ഷേ ഇവരുടെ മാരേജ് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു വിവാഹം, ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞത് തീരെ സക്സസ്ഫുൾ അല്ലായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹക്കും അതുപോലെ തന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനും തീരെ മാച്ച് ആയിരുന്നില്ല. അവർ പരസ്പരം എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് സെയ്ദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് പറ്റുന്നില്ല, ഞാൻ വിവാഹമോചനം ചെയ്യാൻ പോകുകയാണ് എന്നൊക്കെ പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ 37-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തി പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുണ്ടായി. പക്ഷേ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം തന്നെ ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്ത്, സെയ്ദ് ഇവരെ വിവാഹമോചനം ചെയ്താൽ നീ ഇവരെ വിവാഹം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അതുണ്ട്. അപ്പോൾ അതാണ് പിന്നീട് ആയത്തിന് ശേഷം അള്ളാഹു വീണ്ടും പറയാണ്, അള്ളാഹു അനുഗ്രഹം ചെയ്ത് കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്ത് കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം ഇവിടെ ഉദ്ദേശിക്കുന്നത് സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് പറയാണ്, അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചു വെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. അതായത് എന്താണ് ഇവിടെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് ഒരഭിപ്രായം. മറ്റൊരു അഭിപ്രായത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ഒരു കാര്യം അള്ളാഹു ഇങ്ങനൊരു കമാൻഡ് കൂടെ നൽകിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ വിവാഹം ചെയ്യണം എന്നുള്ളത്. ആ രണ്ടും ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അല്ലാഹു ആലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ പേടിച്ചു. കാരണം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ദത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് വളരെ ഒരു മോശമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സംഭവം, അതായത് ഇസ്ലാമിൽ ദത്തില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അവരുടെ ഭാര്യയെ വിവാഹം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനെ ഇവരുടെ വിവാഹം സത്യം പറഞ്ഞാൽ അതായത് സൈനബ് റളിയല്ലാഹു അൻഹയും സെയ്ദ് റളിയല്ലാഹു അൻഹും ആയിട്ടുള്ള ആ ഒരു വിവാഹം പെട്ടെന്ന് തന്നെ എന്താണ് വിവാഹമോചനത്തിൽ എത്തുകയും അങ്ങനെ അവരുടെ ആ ഒരു എന്താണ് പറയുക, ഡൈവോഴ്സ് ചെയ്തിട്ടൊരു കാലഘട്ടം ആ ഒരു സമയം കഴിഞ്ഞപ്പം സെയ്ദ് റളിയല്ലാഹു അൻഹിനെ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ അടുത്തേക്ക്, സൈനബ് റളിയല്ലാഹു അൻഹിൻ്റെ അടുത്തേക്ക് വിവാഹാലോചനയ്ക്ക് അയക്കുന്നു. സുബ്ഹാനല്ലാഹ്. സെയ്ദ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വിവാഹാലോചനയായിട്ട് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അതിൽ എന്താണ് നമ്മളുടെ സൈനബ് റളിയല്ലാഹു അൻഹ ചെയ്തത്? അപ്പം തന്നെ സുജൂദ് ശുക്റിലേക്ക് അവർ കിടക്കുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അത്രയും കാലം ആയിട്ട് അവരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഹിജ്റ 5-ാം വർഷമാണ് ഇവരുടെ ഈ ഒരു വിവാഹം നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ചൊക്കെ അവരുടെ മനസ്സിലുള്ള സന്തോഷം. അത്രയും വർഷങ്ങളോളം അള്ളാഹുവിനോട് ദുആ ചെയ്ത ദുആ അവിടെ സ്വീകരിക്കുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്യാണം കഴിക്കാനുള്ള ഒരു അവസരം നമ്മൾ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് യഥാർത്ഥത്തിൽ നടന്നത് നമ്മളുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരായിട്ട് തെറ്റായിട്ടുള്ളൊരു ചീത്തമായിട്ടുള്ളൊരു സംഭവം അല്ലേ, നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കുറച്ച് മുമ്പാണ് ഈ ഒരു വിവാഹം നടക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒരു വിവാഹം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും ബെസ്റ്റ് വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് സൈനബ് റളിയല്ലാഹു അൻഹയുടേതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, മറ്റ് വിവാഹങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബ്രെഡ്, അങ്ങനെ ഖുബ്സ്, ഇതൊക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറയുക ഭക്ഷണമായിട്ട് വലീമയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആടിനെ അറക്കുകയും ആണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല വിവാഹം ഭക്ഷണത്തിൻ്റെ ഇതിൽ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. പിന്നീട് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെയും വിവാഹം യഥാർത്ഥത്തിൽ ഒരു വലിയില്ലാതെയാണ്, അതായത് ഭൂമിയിൽ ഒരു പ്രത്യേക വലിയില്ലാതെയാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് സൈനബ് റളിയല്ലാഹു അൻഹയുടെ വലിയ, അതായത് സൈനബ് റളിയല്ലാഹു അൻഹ ഭയങ്കര എന്താ പറയുക, സ്വന്തമായിട്ട് അഭിമാനത്തോടു കൂടി പറയാറ്, നിങ്ങളൊക്കെ നിങ്ങളുടെ പിതാക്കന്മാരാണ് വിവാഹം ചെയ്ത് കൊടുത്തതെങ്കിൽ എന്നെ 7 ആകാശത്തിന് മുകളിൽ നിന്ന് അള്ളാഹുവാണ് എൻ്റെ വിവാഹം നടത്തി കൊടുത്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ വിവാഹത്തിന് ഒരു സാക്ഷി ഉണ്ടായിരുന്നില്ല, ഖുർആൻ മാത്രമാണ് സാക്ഷി. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ സാക്ഷി. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അവരുടെ ആ വിവാഹത്തിന് സാക്ഷികളാണ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് യഥാർത്ഥത്തിൽ 3 എന്താ പറയുക അനുഗ്രഹങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കുടുംബപരമായിട്ട് ഏറ്റവും, അതായത് ഭാര്യമാരുടെ കൂട്ടത്തിൽ കുടുംബപരമായിട്ട് ഏറ്റവും ക്ലോസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ
കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഹിജാബിൻ്റെ ആയത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നതും. അതുപോലെ അള്ളാഹു ആണെന്ത് ഇവരുടെ വിവാഹം നടത്തി കൊടുത്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത്രയ്ക്കും എന്താണ് പറയുക, ഭയങ്കര പ്രിവിലേജ് ആണ് സൈനബ് റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തേൻ്റെ സംഭവം നമ്മളെല്ലാവരും കേട്ടൊരു സംഭവമാണ് അല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും എന്താണ് പറയുക തമ്മിൽ അവർ ഒരുമിച്ചൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേൻ കുടിക്കാൻ എപ്പോഴും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ തേനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ എന്താണ് പറയുക, ഇതിൻ്റെ അത് റിലേറ്റഡ് ആയിട്ട് സൂറത്ത് തഹ്രീമിലെ ആയത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹയെ ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഒരു ക്വാളിറ്റി ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയാണ്. നമ്മൾ ഏറ്റവും ആദ്യം വായിച്ചില്ലേ, എന്താ വായിച്ചത്, അതായത് ഇവരെക്കാൾ എന്താണ് പറയുക ഗുണമുള്ള ഭക്തിയുള്ള സത്യസന്ധയായ കുടുംബബന്ധം ചേർക്കുന്ന ധർമ്മിഷ്ഠയായ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ. എന്താണ് പറയുക, അവരെന്നെ പിന്നീട് പറയുന്നുണ്ട് സൈനബ് റളിയല്ലാഹു അൻഹ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. എന്താണ് കാരണം എന്ന് ചോദിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കിടയിലും എന്താണ് അങ്ങനെ ഒരു സംഭവം, അതായത് ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് പറയുക ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്തു എന്നുള്ളൊരു സംഭവം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ടോ അതുപോലെ തന്നെ ചെവി കൊണ്ടോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല, എനിക്ക് നല്ലതല്ലാതെ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണെന്ത് എന്താണ് പറയുക, അതായത് അവരെക്കുറിച്ചിട്ട് അങ്ങനെ മോശമായിട്ട് താൻ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ് ഇവരിത്രയും നല്ല പെർഫെക്റ്റ് വുമൺ ആണ് എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അതായത് അവർക്ക് വേണമെങ്കിൽ എന്തും പറയായിരുന്നു, പക്ഷേ എന്താണ് അവരുടെ ഈമാൻ അല്ലേ, എല്ലാവരെക്കുറിച്ചും നല്ലത് മാത്രം ചിന്തിക്കുക എന്നുള്ള ആ ഒരു ക്വാളിറ്റിയാണ് സൈനബ് റളിയല്ലാഹു അൻഹ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഭയങ്കര എന്താണ് പറയുക രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാൻ പോവുകയാണ് റമദാൻ്റെ അവസാന 10 ദിവസങ്ങളിൽ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഞാൻ ഈ മസ്ജിദിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ടെൻറ്റ് കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. അപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഞാനും കെട്ടുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹയും ഒരു ടെൻറ്റ് കെട്ടി. പിന്നീട് സൈനബ് റളിയല്ലാഹു അൻഹ, ഓക്കെ ഇവരൊക്കെ കെട്ടുന്നുണ്ടല്ലോ, അപ്പം എന്തായി നമ്മളുടെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ എന്ന് ഞാനും കെട്ടുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ടെൻറ്റ് കെട്ടിയിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, നിങ്ങളൊക്കെ ഇവിടെ ടെൻറ്റ് കെട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇരുന്നോ, ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വർഷം ഇഅ്തികാഫ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷേ അദ്ദേഹം അടുത്ത വർഷം 20 ദിവസം ഇഅ്തികാഫ് ഇരുന്ന് ആ ഒരു ദിവസങ്ങൾ പൂർത്തിയാക്കി. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ സഫിയ റളിയല്ലാഹു അൻഹ, നമുക്കറിയാം ഒരു ജൂതൻ്റെ പുത്രിയാണ് സഫിയ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഒരിക്കൽ നമ്മളുടെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ അവരെ കുറിച്ചിട്ട് എന്താണ് പറയുക ജൂതൻ്റെ പുത്രി എന്ന് വിളിച്ചത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര വിഷമമുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങളാണ് നമ്മളുടെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ലൈഫിലുള്ളത്. ഇനി നമുക്ക് ഇവരുടെ ക്വാളിറ്റീസിലേക്ക് പോകാം. സുബ്ഹാനല്ലാഹ്. നമ്മൾക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നയായ സമയത്ത് എല്ലാവരും ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ മരിച്ചു പോകണം എന്നുള്ളൊരാഗ്രഹമാണ്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആയിരിക്കും എന്നെ കൂടെ ആദ്യം എത്തുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഏറ്റവും ആദ്യം മരണപ്പെടുന്നത് നീ ആയിരിക്കും എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് അവർക്ക് ഭയങ്കര സന്തോഷം നൽകി അല്ലേ. അവരപ്പോൾ ചിരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും ആദ്യം ആരായിരിക്കും നിങ്ങളെ ജോയിൻ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള കൈ ആർക്കാണ് അവരായിരിക്കും എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഭാര്യമാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ അളക്കുമായിരുന്നു, ആരുടേതാണ് ഏറ്റവും നീളമുള്ള കൈ എന്നറിയണം. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ളത് സൗദ റളിയല്ലാഹു അൻഹയാണ്. അവരിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത്
നമ്മളുടെ സൈനബ് ബിൻത്ത് ഖുസൈമ റളിയല്ലാഹു അൻഹയാണ്. സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ് കേട്ടോ. അപ്പോൾ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഏറ്റവും ഉയരം കുറഞ്ഞതും അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ അത്ര പ്രായമുള്ള ആളല്ലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വിചാരിച്ചത് സൗദ റളിയല്ലാഹു അൻഹ ആയിരിക്കും അടുത്തത്, കാരണം അവർക്ക് പ്രായമായിട്ടുണ്ട്, അവരേറ്റവും നീളമുള്ള കൈയുള്ള ആളുമാണ്, അങ്ങനെ വിചാരിച്ചു. പക്ഷെ എന്താണ്, ഇവർ പറയാണ് സൈനബ് റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ, അതായത് സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വാക്കിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായത്. നീളമുള്ള കൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സദഖ ചെയ്യുന്നവൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവരുടെ സദഖയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നതൊക്കെ എല്ലാം കൊടുക്കും. അതായത് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് കൊടുത്തു. ഇവരിങ്ങനെ കുറേ കൊടുത്തിട്ട് ഇവർക്കൊന്നും ഇല്ലാത്തപ്പോൾ വീണ്ടും ഒരുപാട് കൊടുത്തപ്പോൾ അത് അപ്പം തന്നെ എന്താണ്, സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഒന്നും ബാക്കി വെക്കാതെ എല്ലാം കൊടുത്തു എന്നാണ് പറഞ്ഞത്. അവരുടെ മരണസമയത്ത് പോലും എന്താണ് പറയുക, അവരുടെ കയ്യിൽ ഒന്നും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് അവർ നിൽക്കുന്ന ആ റൂം മാത്രം. ആ റൂമിൽ ഒരു സാധനം കൂടെ ബാക്കി വെച്ചിട്ട് എല്ലാം കൊടുത്തു തീർത്തു എന്നാണ് പറഞ്ഞത്. അവരുടെ കഫൻ പുടവ വരെ എന്താണ് പറയുക, അവർ സെറ്റാക്കി വെച്ചിട്ട് പറഞ്ഞു, എന്താണ്, നിങ്ങളിനി എന്തെങ്കിലും കഫൻ കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്നെ ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അത്രയ്ക്കും എന്താണ് പറയുക, അത്രയ്ക്കും എന്താണ് ചാരിറ്റബിൾ, അല്ലെങ്കിൽ അത്രയ്ക്കും ദാനശീലയായിരുന്നു സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ അവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര അധ്വാനശീലയാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അതായത് അവർ ഭയങ്കരമായിട്ട് എന്താണ്, സ്വന്തം ശരീരം കൂടെ നോക്കാണ്ട് അത്രയ്ക്കും അർപ്പണ ബോധത്തോട് കൂടി ജോലി എടുക്കുകയായിരുന്നു. അങ്ങനെ ജോലി എടുത്തിട്ടുള്ള പൈസക്ക് എന്താ ചെയ്യുക, അത് മുഴുവനും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. സുബ്ഹാനല്ലാഹ്. അവർ എന്താണ് പറയുക, തൊഴിലിനെ കൂടി, അതായത് സ്ത്രീകൾക്ക് തൊഴിലെടുത്തുകൊണ്ട് എന്താ പറയുക, മറ്റുള്ളവർക്ക് സഹായം ചെയ്യാം എന്നുള്ളൊരു ലെസണ് കൂടെ നമുക്ക് നൽകുന്നുണ്ട്. നമ്മളൊക്കെ വെറുതെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ തൊഴിലുകൾ ചെയ്തിട്ട് ആ പൈസ നമ്മൾക്ക് തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അജ്ർ കിട്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താം, അല്ലേ. നമുക്ക് ആരെയും സഹായിക്കാം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിയും ഒക്കെ നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹുവിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇനി ഇവരുടെ നമസ്കാരത്തിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ കയറിയപ്പോൾ ഒരു കയറിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെയാണ്. എന്തിനാണെന്ന് ചോദിച്ചപ്പം അവർ നിസ്കരിച്ച് ക്ഷീണിക്കുമ്പോൾ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ കയറിലേക്ക് തൂങ്ങി പിടിച്ചിട്ട് അങ്ങനെ ആ കയറ് തൂക്കി പിടിച്ച് നിസ്കരിക്കുമെന്ന് പറഞ്ഞു, വീഴാണ്ടിരിക്കാൻ, ഉറക്കമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഈ കയറ് മാറ്റി വെക്കണം. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എനർജി ഉള്ളിടത്തോളം നിങ്ങൾ നമസ്കരിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ നമസ്കരിക്കേണ്ട. നിങ്ങൾ പറയുന്നത് കാര്യം എന്താണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം വരുന്നുണ്ടെന്നോ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അവിടെ വെച്ചിട്ട് നിങ്ങളെ നമസ്കാരം നിർത്തുക എന്ന് പറഞ്ഞത്. സുന്നത്ത് നമസ്കാരത്തെ കുറിച്ചിട്ടാണ് ഇവിടെ സൈനബ് റളിയല്ലാഹു അൻഹ രാത്രി നമസ്കാരത്തെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഇവർ ഭയങ്കരമായിട്ട് വീടിനുള്ളിൽ എന്താണ് പറയുക, ഒതുങ്ങിയെന്നാണ് പറഞ്ഞത്. പകൽ മുഴുവൻ ഖുർആൻ പാരായണവും രാത്രി മുഴുവൻ ഖിയാമുമായിട്ടാണ് പിന്നീട് ഇവരുടെ ജീവിതം എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. 3 ക്വാളിറ്റിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒന്ന് എന്താണ്, ചാരിറ്റി, സദഖ നൽകുക, അല്ലേ. പിന്നെ ഖുർആനും അതുപോലെ തന്നെ ഖിയാമും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്, അല്ലേ. നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ഇവരുടെ ലൈഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണെന്ത്, അവർ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കമാൻഡ് പറഞ്ഞപ്പോൾ അത് ഇഷ്ടമല്ലെങ്കിൽ കൂടെ അത് ആക്സെപ്റ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ അത് ആക്സെപ്റ്റ് ചെയ്തത് കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ആഗ്രഹം, അവരുടെ മനസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുകയും അങ്ങനെ റസൂലായിട്ടുള്ള വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അത് അള്ളാഹു ഡയറക്റ്റ്ലി ഇടപെട്ടുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ പേഷ്യൻസിന്, നമ്മളുടെ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന
നമ്മൾ പ്രതീക്ഷിക്കാത്ത റിവാർഡുകളൊക്കെയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് നമ്മളെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ കണ്ടത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അവരുടെ ഉദാരത അല്ലെ, പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഇവരെ ഉമ്മുൽ മസാക്കിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. നമ്മൾ മുമ്പ് സൈനബ് ബിൻത്ത് ഖുസൈമ റളിയല്ലാഹു അൻഹയും ഉമ്മുൽ മസാക്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവർ രണ്ടിൽ പേര് ആരാണെന്നുള്ളതിലും എന്താണ് പറയുക അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും രണ്ടു പേരും വളരെയധികം ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ ഉമ്മ എന്ന് സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചാരിറ്റി ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താണ് പറയുക, അവർ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൽ തല്ലുകൂടിയില്ലേ. നമ്മൾ ആ ഒരു ഇത്തികാഫിൻ്റെ സ്റ്റോറി കണ്ട്. സുബ്ഹാനല്ലാഹ്. 3 പേരും കൂടെ ടെൻറ്റ് കെട്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ഏറ്റവും കൂടുതൽ കണക്ഷൻ കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ മനസ്സിലാക്കി അവർ ഭയങ്കര നാണമുള്ള സ്ത്രീയായിരുന്നു. അവരുടെ ശരീരം ആരും കാണരുത് എന്ന അങ്ങേയറ്റം ആഗ്രഹത്തോടു കൂടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മരണസമയത്തും എന്താണ് പറയുക അവരുടെ ശരീരം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടിയിലേക്ക് ഇറക്കി വെച്ചു എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവരുടെ ആ ഒരു സമയം മുതൽ അവിടെ ഒരു സിസ്റ്റം തന്നെ വന്നു. അതായത് സ്ത്രീകളെ ഖബറിലേക്ക് ഇറക്കി മൂടുന്ന സമയത്ത് അതിന് മുകളിലൊരു വിരിപ്പ് വെക്കും, ആർക്കും തന്നെ ആ ശരീരം കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, മരിച്ചൊരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഷേപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ശീല വെക്കുന്നുണ്ട്. നമ്മൾ സ്ത്രീകൾ നമ്മൾ നടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും. നമ്മളുടെ ശരീരം നമ്മൾ മുഴുവനായിട്ടും ശരീരത്തിൻ്റെ ഷേപ്പാട്ടോ, ശരീരം മുഴുവൻ കവേർഡ് എന്നല്ല, ശരീരത്തിൻ്റെ ഷേപ്പ് കാണാത്ത രീതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസണാണ് സൈനബ് റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തന്നു പോകുന്നത് മരിച്ചു കഴിഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ശരീരത്തിന് അങ്ങേയറ്റം ഒരു എന്താണ് പറയുക മുത്ത് എങ്ങനെയാണോ ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ ഒരു ശംഖിൻ്റെ ഉള്ളിലുള്ളത്, അതുപോലെ നമ്മുടെ ശരീരത്തിന് മുഴുവനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തണം. നമുക്ക് തന്നെ അറിയാം അല്ലേ, ഒരു വസ്ത്രത്തിൻ്റെ നമ്മൾ ഷേപ്പാക്കിയിട്ടുള്ളൊരു വസ്ത്രം ധരിക്കുമ്പോഴും അതല്ലെങ്കിൽ റിഗി വസ്ത്രം ധരിക്കുമ്പോഴും അതല്ലാതെ നമ്മൾ വളരെ ലൂസായിട്ടുള്ള വസ്ത്രം ധരിക്കുമ്പോഴും ഉള്ളൊരു വ്യത്യാസം നമുക്ക് തന്നെ അറിയാം കാണുമ്പോൾ അല്ലേ. അപ്പം നമ്മൾ എന്തിനാണല്ലേ മറ്റുള്ളവരെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് എന്ത് നേടാനാണ്? അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും യഥാർത്ഥമായിട്ടുള്ള ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൈനബ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് മനസ്സിലാക്കിയല്ലേ. അവരുടെ എന്താണ് പറയുക നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു ഈമാൻ നമ്മൾ മനസ്സിലാക്കി. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ തന്നെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ താൻ സംഭവത്തിൽ പറഞ്ഞെങ്കിൽ പോലും അവിടെ എന്താണ് ഈമാനോട് കൂടി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പോൾ ആര് നമ്മളെക്കുറിച്ച് എന്ത് നെഗറ്റീവ് പറഞ്ഞാലും അവരെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കാം എന്നുള്ളൊരു പാഠം കൂടെ സൈനബ് റളിയല്ലാഹു അൻഹ നമുക്ക് എല്ലാവർക്കും നൽകി. അൽഹംദുലില്ലാഹ്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് സൈനബ് റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ഓരോ ഭാര്യമാരിൽ നിന്നും പലതരത്തിലുള്ള ലെസൺസൊക്കെ നമ്മൾക്ക് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുണ്ട്. നമുക്കെല്ലാവർക്കും അതുപോലെ അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ ഒരു വോയിസ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നതിലുപരി എനിക്ക് തന്നെ ഒരു പാഠമാക്കിയിട്ടാണ് വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു സ്വീകരിക്കട്ടെ. ഒരിക്കലും ഇതൊരു ക്ലാസ് എന്ന മോഡല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഖൈർ ഇതിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. ജസാക്കുമുല്ലാഹു ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.